യഥാർത്ഥത്തിൽ ഇപ്പൊ ആ ഒരു സംഭവത്തിനെ പറ്റി എന്താണ് നടന്നതെന്ന് പറയാമോ? ശരിക്കും അവർ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം? ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യമായിട്ട് ഒരു ഹെൽപ്പിന് വേണ്ടി അന്ന് വൈകുന്നേരം പിറ്റേ ദിവസം കാലത്ത് ലാലേട്ടൻ്റെ വിൻസ് മേരയുടെ ഉദ്ഘാടനവും. അപ്പോൾ നമുക്ക് കോഴിക്കോട് പോകണം, വെളുപ്പിന് 4 മണിക്ക് പോകണം. അപ്പോൾ ഇത് പോയിട്ട് 8 മണിക്ക് അവിടെ പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സഹായി എന്ന നിലയിൽ ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം പോവുകയാണ്. അപ്പോൾ അതിന് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. അവിടെ ചെല്ലുന്നു, പരിപാടി വീട്ടിൽ ചെല്ലുന്നു. കണ്ടന്റ് എടുക്കാൻ പറ്റും, പക്ഷെ ഈ വീട്ടിലൊന്നും അങ്ങനെ പറ്റുമെന്ന് തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ ഫാമിലീസ് എല്ലാവരും ഉള്ളപ്പോൾ നമ്മളങ്ങനെ വീഡിയോ എടുക്കുന്നത് മോശമാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ അവരുടെ വീഡിയോ എടുക്കാറില്ലെന്ന് ഞാൻ പറയുന്നില്ല, വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ സിനിമ പ്രൊമോഷൻ പല കാര്യങ്ങളും നമ്മൾ വീഡിയോ എടുക്കാറുണ്ട്, അതൊന്നുമില്ലെന്ന് പറയാം. പക്ഷേ ഈ വീട്ടിൽ നമുക്ക് ഒരാളുടെ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമുക്ക് ചെറിയ എന്തെങ്കിലും അപ്പം അന്ന് ഡാൻസ് കളി നിൽക്കുന്ന അതല്ല, എൻ്റെ കോസ്റ്റ്യൂം തന്നെ നല്ല കോസ്റ്റ്യൂമൊന്നും ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ നമ്മൾ പോയത് ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ ചെന്നു, അവരാണെങ്കിൽ നല്ല മനുഷ്യർ, വീട്ടുകാർ, അവരെല്ലാ ഫുഡും ഇവനെ വിളിച്ചു വരുത്തി, അകത്തേക്ക് കയറ്റി വെള്ളമൊക്കെ കൊടുത്ത്. ഇവനൊരു സെലിബ്രിറ്റി പോലെ തന്നെ അവരെല്ലാവരും ഓൾറെഡി ഇവനോട് എന്തെങ്ങനെ പെരുമാറുന്നത് നല്ല രീതിയിൽ പെരുമാറി. പുറത്തു നിന്നപ്പോൾ ഇവൻ്റെ അടുത്ത് ചെറുതായിട്ട് നിന്ന് അപ്പോൾ ഒരു പാട്ട് വെച്ച് ജസ്റ്റ് ഡാൻസ് കളിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ അവർ ഭക്ഷണം കഴിച്ചിട്ട് മതി, കുറച്ച് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോവാം. ഭക്ഷണം കഴിക്കാൻ എല്ലാവരും നേരെ പള്ളി ഹാളിലേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ എനിക്ക് ഇത് വലിയ നെക്സ്റ്റ് പരിപാടികൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ബാക്കി എന്ത് ക്യാഷ് കിട്ടാൻ രണ്ട് ഡാൻസ്, ഒരു ഡാൻസ്, ഒരു പാട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഡാൻസ് കളിച്ചു. ഒറ്റപ്പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിയും. അവരെ വിളിച്ചത് DJ പരിപാടിക്കാണ് വിളിച്ചത്. DJ ഉണ്ടായിരുന്നു. അപ്പൊ DJ ഒക്കെ സെറ്റ് ചെയ്തൊക്കെയാണ് അവരുടെ വീട്ടിൽ തന്നെ, അവരുടെ സ്ഥലത്ത് സെറ്റ് ചെയ്തൊക്കെയായിരുന്നു. അപ്പൊ വന്നപ്പോ ഒരു സന്തോഷത്തിന് വേണ്ടി ജസ്റ്റ് ഒന്ന് തുള്ളിത്തുള്ളൂ. നിർബന്ധിച്ചൊന്നുമില്ല, അവർ ഓൾറെഡി ചെയ്ത് പറഞ്ഞ ഫ്രണ്ടിൽ സ്റ്റേജ് കളിക്കാൻ സ്റ്റേജ് പോലത്തെ DJ ഇരിക്കുന്ന സ്ഥലത്തില്ല, അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. അത് കഴിഞ്ഞ് അവൻ എല്ലാവരുടെ ഇടയിൽ ജസ്റ്റ് കളിക്കാൻ പറഞ്ഞു, ഇനി കളിക്കണ്ട. ആ വീട്ടുകാരുടെ പറഞ്ഞു ഇനി കളിക്കണ്ട, ഒരു വർഷം കഴിഞ്ഞിട്ട് കളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ പോയി. സന്തോഷത്തിലാണ്, ഒരു കുഴപ്പമില്ല. അല്ല, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും സന്തോഷത്തിൽ തന്നെയാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊക്കെ റെസ്റ്റ് എടുക്കുന്നു. ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഞാൻ പള്ളിയുടെ അടുത്ത് ഇരിക്കുന്നു. അപ്പോൾ ഓൾറെഡി പിന്നെ വിളിക്കുകയാണ്, അപ്പോൾ പോകാൻ സമയമായി. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവന് പോകാൻ സമയമായി, വരാൻ പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും നിന്ന് വണ്ടി കയറുന്നു. വണ്ടി എടുത്ത് കുറച്ച് നീങ്ങിയിട്ട് അവിടെ പോയിട്ട് നമ്മൾ പാർക്ക് ചെയ്തു, അവരെ വീടിനടുത്ത് പാർക്ക് ചെയ്തു. കാരണം ഇനി 10-20 മിനിറ്റ് കൂടി ജസ്റ്റ് ഡാൻസ് കളിച്ചിട്ട്, കാരണം എത്രയും നേരമായി, മിനിറ്റ് കൂടി ഡാൻസ് കളിച്ചിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിയിലെല്ലാവരും ഇരിക്കുക. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഒരു അജു എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവനോട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ ഫ്രണ്ട് സീറ്റിൽ ഇവൻ ഇരിക്കുന്നു, ഇപ്പുറത്ത് ഇദ്ദേഹം ഇരിക്കുന്നു. അവൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, വണ്ടി എടുക്കണം, വണ്ടി എടുത്തു എനിക്ക് പറ്റില്ല, ഈ പരിപാടിക്ക് പറ്റില്ല, കാരണം എനിക്ക് പറ്റില്ല, ഈ രാത്രിത്തെ ലേറ്റായി. പിന്നെ അവർ എന്തോ മോശമായിട്ട് പെരുമാറുന്നു, പറ്റില്ല എന്നുള്ള രീതിയായി. അത്ര നേരം സന്തോഷിച്ച അല്ലെങ്കിൽ എല്ലാവരുടെയും നിന്ന് പെട്ടെന്ന് അങ്ങനെ മാറണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഞാൻ ചെന്നിട്ട് ഇവർക്ക് ഇവൻ ഇങ്ങനെ ചെയ്ത് കാണുന്ന സമയത്ത് പിന്നെ സംസാരിക്കുന്നത് ഇദ്ദേഹമാണ്. എടാ ഇവര് തമ്മിൽ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എടാ 20 മിനിറ്റ് വന്നു, ആ ക്യാഷ് മേടിച്ചിട്ട് പോവാം, എന്തിനാണ് വെറുതെ അങ്ങനെ ചെയ്യേണ്ട കാര്യം. അപ്പൊ ബാക്കി നജുവും പറയുന്നുണ്ട് എടാ എന്ത് പരിപാടി കാണിക്കുന്നത്. എനിക്ക് നോക്കുമ്പോൾ പുള്ളി കാല് പിടിക്കുന്നു. എടാ 20 മിനിറ്റ് അല്ലടാ, ഇത് പറ്റില്ല, നിങ്ങൾക്ക് തന്നെ അറിയാൻ പാടില്ലാണ്. ഞാൻ പറ്റില്ല, എനിക്ക് ഇത്ര സമയം പറ്റില്ല, പോകണം, വീട്ടിൽ പോകും. അവരുടെ നാട്ടിൽ ചെന്ന് നമുക്ക് ഇടിയിട്ടില്ലേ. അപ്പൊ നമ്മളൊരു എങ്ങനെ അവർ കുറച്ചുകൂടി പൈസ മേടിച്ചിട്ട് ചെയ്യാൻ വീട്ടിൽ പരിപാടി പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ എല്ലാം പരിപാടി അവതരിപ്പിക്കാം എന്ന് പറഞ്ഞ ശേഷം പരിപാടി അവതരിപ്പിക്കാതിരുന്ന ഇടി കിട്ടും. അപ്പൊ നമ്മൾ ഒന്നാമത്തെ കാര്യം ഇവൻ വിളിച്ച് ഫോൺ എടുക്കാതിരുന്നതിന്റെ ദേഷ്യം അവർക്ക് ഉണ്ടാകുമോ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെന്നിട്ടാണ് ചെല്ലണത്. അപ്പോൾ ഇവർ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയാണ്. അവർ വന്നിട്ട് അപ്പോൾ അങ്ങനെ ഇവൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇവൻ നിർബന്ധം ഇവൻ്റെ ഒരാളാ, നീ 20 മിനിറ്റ് അല്ലേ, ബാക്കി ക്യാഷും കിട്ടാനില്ല, അത് മേടിച്ചിട്ട് പോകാം എന്ന് ഒരുപാട്. പൈസ കഴിഞ്ഞ് നിനക്ക് ഞാൻ അവിടെ ചെന്നാൽ എനിക്ക് നിങ്ങൾ പൈസ ഒന്നും വേണ്ട, ഞാൻ അവിടെ ചെന്ന് എത്ര രൂപ നിനക്ക് വേണം, ഞാൻ തരൂല്ലേ, എനിക്ക് പൈസ ഉണ്ടെങ്കിൽ വേറെ എനിക്ക് ഇനി പരിപാടിയെ നിർത്താൻ പോവുകയാണ്, നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം പുള്ളി ആജ്ഞാപിക്കുകയാണ്. ഇനി നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം ജ്വല്ലറികൾ പിടിക്കുക, അതുപോലെ മറ്റേ കാറിൻ്റെ ഷോറൂമിൽ ചെല്ലുക,
നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പോഴും ഞാൻ ഈ പറയുന്ന കോളേജ് പരിപാടികൾ പിടിച്ചോ, നിങ്ങൾ ചെയ്തോ, ഞങ്ങൾക്ക് ഈ പരിപാടികൾ പറ്റി താല്പര്യമില്ല, കല്യാണ വീട്ടിൽ പോകാൻ താല്പര്യമില്ല. കാരണം അല്ല, ശരിക്കും ഈ പരിപാടിക്ക് നിങ്ങൾ പോയത് അവൻ വിളിച്ചോണ്ട് പോയതല്ലേ? അതെ. അപ്പൊ ഇത് അവൻ വിളിച്ചിട്ട് പോയതല്ല. ഐ മീൻ ഈ പരിപാടി അല്ല, ആ പരിപാടി പിടിച്ചതാരാണ്? പരിപാടി പിടിച്ച അവനാണ്. പക്ഷെ അവിടെ നിന്ന് ഇവൻ എന്റെ നമ്പർ കൊടുക്കും. ഇവന് പറ്റില്ലാണ്ട് ഇവൻ സംസാരിക്കാൻ പറ്റാണ്ടാവുമ്പോൾ എന്റെ നമ്പർ കൊടുക്കും. അപ്പൊ ഞാൻ വിളിച്ചിട്ട് ഞാൻ അവനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നാണ് ചെയ്തത് ഈ തൃപ്രയാർ പരിപാടി. അത് വെച്ചെന്ന് പറഞ്ഞാൽ ഇവരെ കേസ് കൊടുക്കും പറഞ്ഞു അവിടെ ഉള്ളവര്. അതായത് അവരെന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഐസയുടെ മോനാണ് ഇവൻ, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, 2000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, ഇന്നലെ വരാമെന്ന് പറഞ്ഞതാണ്, നിങ്ങൾ ഇന്നെങ്കിലും വരുമെന്ന് വെച്ചിട്ട് എന്നെ വിളിക്കണേ. ബ്രൂ, ഞാനത് പറഞ്ഞില്ല, ഞാൻ നോക്കട്ടെ, ഞാൻ അവനോട് സംസാരിച്ച് നോക്കട്ടെ. അതായത് തലേ ദിവസത്തെ പരിപാടിക്ക് അഡ്വാൻസ് മേടിച്ചു പോവാതിരുന്നു. അത് പോകാൻ പറ്റില്ല. അത് അവന്റെ വേറെ ഷൂട്ട് ഇന്റർവ്യൂ പോകാൻ പറ്റില്ല. എത്തൂല, നമ്മളവിടെ എത്തൂല, ബ്ലോക്കുകൾ എത്തൂല. ഞാൻ എന്നോട് പറഞ്ഞായിരുന്നു എത്തൂലെന്ന് പറഞ്ഞായിരുന്നു. അതല്ല ചോദിക്കുന്നത്, അതായത് അന്ന് ആ പരിപാടിക്ക് പോകണം എന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല, ആ സമയത്താണ് പറഞ്ഞത്. ഐ മീൻ ഇവൻ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, മറ്റേ ദേശീയ പതാക ഇന്റർവ്യൂ നടക്കുകയായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവര് എന്തോരം പ്രാവശ്യം വിളിച്ചിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഇവർ എടുക്കുന്നില്ല. ഫ്ലൈറ്റ് മോഡ് ഇട്ടിട്ടാണ് ഇവന്റെ പരിപാടികൾ. അപ്പൊ ഇത് കാര്യങ്ങളൊക്കെ പ്രശ്നമായി, വിഷയമായി. പിന്നെ ഇവരിട്ടാണ് ക്യാഷും ഇല്ല, ക്യാഷ് തീരുകയും ചെയ്തു. പൈസ തീർന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവര് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ, ഇവരോട് പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അതിന്റെ ചേട്ടാ ഇങ്ങനെ തൃപ്പറ പോകണമെന്ന് പറഞ്ഞു. അത്ര പറഞ്ഞോളൂ, എന്താ പരിപാടി, എന്താ സംഭവം എനിക്കറിയില്ല. അത് ഈ ഇന്റർവ്യൂ ഇവരുടെ ഇന്റർവ്യൂവിന്റെ സമയത്ത് ചെന്നപ്പോ തന്നെ എനിക്ക് ഉറപ്പാണ്, ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ, ഇന്ന സമയത്ത് ഓടിച്ചെത്തൂലെന്ന് ഉറപ്പാണ്. പിന്നെ വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നാളത്തേക്ക് ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ അവരുടെ ഡീലിങ്സ് പോലും ഇല്ല. പിറ്റേ ദിവസമാണ് അവർ എന്നയിലേക്ക് കോള് വരുന്നതും ഞാൻ ഡീൽ ചെയ്യണതും പിറ്റേ ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം, കുഴപ്പമൊന്നുമില്ല, ഞാൻ അവനെ കൊണ്ടുപോകണയാണ് വിളിച്ചത്, മലപ്പുറം വരെ കൊണ്ടുപോകണേ ഞാനാണ്. പിന്നെ ഈ തൃപ്രയാർ പോകാൻ പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ട് നേരെ തൃപ്രയാർ പോകാൻ തീരുമാനിച്ചു. നീ വന്നേക്കണം, നീ 3 മണിക്ക് എന്തായാലും വരണം. ഞാൻ നമ്മുടെ ജോവാക്കറും ഉണ്ടാവും, എൻ്റെ ഒരു കൂട്ടർ അജു ഉണ്ടാവും, നമുക്ക് ഒരുമിച്ച് 4 പേർക്ക് ബോനസായിട്ട് പോവാം. ഫണ്ണായിട്ട് ആസ് യൂഷ്വൽ ഞങ്ങള് മലപ്പുറം, വയനാട്, കോഴിക്കോടൊക്കെ പോകുന്നത് തന്നെ നല്ല ഫണ്ണായിട്ടും ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്ന് പ്രോഗ്രാം ഇവനൊരു പ്രശ്നമുണ്ട്. ഒരു 9 മണി കഴിഞ്ഞ് ഇവന് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ആക്ച്വലി ഇതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി ഇല്ല, ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അത് നമ്മൾ തമാശയായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഉപദ്രവിക്കാറുണ്ട്. വാടാ തലടാ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഫണ്ണായിട്ട് ഞങ്ങള് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട്. അതാണ് അവൻ പറയണേ. ആക്ച്വലി ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ എന്തായാലും കേസൊക്കെ എന്ന് പറഞ്ഞാൽ ഫണ്ണായിട്ടുള്ള. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇങ്ങനെ പറയണേ, എടാ അപ്പൊ അവര് വന്നു ഞങ്ങൾ സംസാരിച്ചോണ്ട് ഇവൻ കാല് പിടിക്കുകയാണ്, എടാ വർക്ക് ഇറങ്ങണം, ഒന്ന് ചെല്ലണം, 20 മിനിറ്റ് കേസല്ലേ, ബാക്കി ക്യാഷും കിട്ടും, പോവുകയും ചെയ്യാലോ എന്ന് പറഞ്ഞു. പറ്റില്ല, വണ്ടി എടുത്താൽ ശരിയൊന്നാവില്ല എന്ന രീതിയിൽ. അപ്പൊ കല്യാണം വീടാണ്, ചിലപ്പോൾ ചിലവർ വെള്ളടിച്ചുണ്ടാവുമായിരിക്കും, ആ പ്രശ്നങ്ങളുണ്ടാക്കി എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വീട്ടുകാർ പയ്യൻ വന്ന്, നല്ല ഡീസന്റ് പയ്യൻ, അവൻ ചേട്ടാ വാ ഇറങ്ങി നമുക്ക് അവരോട് നടക്കുന്നില്ല, ശരിയൊന്നുമില്ല, അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെട്ടില്ല. അറ്റ്മോസ്ഫിയർ എന്താ, എല്ലാവരും ഭയങ്കര സ്നേഹം. ഇവനൊരാൾ പോലും ഇവനോട് മോശമായിട്ട് എല്ലാവരും ജെ പി എവിടെ ചെന്നാലും എങ്ങനെയാണ്, ന്യൂസ് പേപ്പർ എവിടെ ചെന്നാൽ ആ രീതിയിൽ തന്നെ എല്ലാവരും ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ മോശമായിട്ട് ഉപദ്രവിക്കുക ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇവന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ്, അപ്പൊ ഇങ്ങനെ പറയണ്. അപ്പൊ ഇവൻ ഞങ്ങളോട് എന്താണ് ഡീസന്റ് ആയിട്ടൊന്നും, അവര് പൈസ കൊടുത്തല്ലേ ഇവന്, അഡ്വാൻസ് കൊടുത്തിട്ട് അവരെ പരിപാടി ഇങ്ങോട്ടും പറ്റുന്നില്ല, ഞാൻ BJP ആണ്, എനിക്ക് അറിയാൻ പാടില്ലായിട്ടാണ് ഞാൻ അപ്പോഴത്തേക്ക് അവൻ ഡയലോഗ് അടിച്ചു തുടങ്ങിയാണ്. ഞാൻ ഒറ്റ ആളാണ്, ഞാൻ എന്താണ് എൻ്റെ ഇന്ന സ്കൂളിന്റെ കാരിയസ് ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി എന്നെ പറ്റി, ഞാൻ പഠിച്ച സ്കൂൾ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി, എടുത്തില്ലെങ്കിൽ പക്ഷേ അറിയാലോ അതൊക്കെ പറഞ്ഞിട്ട് ചൂടാണ്. ആ പുള്ളിയുടെ പോലെ ശരിയായിട്ടാ അല്ല അങ്ങനെ ആ ഒരു മൈൻഡ്. അപ്പൊ ഇവൻ ഇത് പറഞ്ഞപ്പോ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ ഓക്കെ എന്ന് പറഞ്ഞാൽ ആ പയ്യൻ അങ്ങോട്ട് പോയി. അപ്പൊ കുറച്ച് നേരം ഞാൻ എന്താടാ ഇടന്ന് ചെയ്യുന്നത് വീണ്ടും ചോദിച്ചു, ആവശ്യം നടക്കൂലടാ എന്നുള്ള രീതിയിൽ ഇവൻ വെറുതെ ആവശ്യമില്ല. അതെ എന്താണെന്ന് നമുക്കിപ്പോഴും അറിയില്ല, ചൂടാവാണ്. അപ്പൊ തോന്നുന്നു ആ സമയത്ത് എന്താ വണ്ടി എടുത്ത് പോകാന്ന് അവര് വന്ന് ഡയലോഗായി വർത്താനമായി അടുത്ത വീണ്ടും വിഷയം. പൈസ കിട്ടിയില്ല. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞല്ലോ, ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പൈസ കൊടുക്കാന്ന് നിങ്ങളോടല്ലേ. ഞങ്ങളോട് വേണ്ടാന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയി ചോദിക്കണോ, നിങ്ങൾക്ക് വേണോന്ന് ചോദിക്കണോ, എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം മനസ്സിലായില്ല.